അപ്പം കഥ? നിങ്ങൾ വിഷുക്കോടിയൊക്കെ എടുത്തോ? ഞങ്ങളിവിടെ വിഷുക്കോടി എടുക്കാൻ അവിക്കുട്ടൻ്റെ കൂടെ പോയതുകൊണ്ട് തന്നെ ഷോപ്പ് മൊത്തത്തിൽ എടുക്കുന്നതാണ് തോന്നുന്നത്. അമ്മയ്ക്ക് അവി സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാം കൂടി സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതും എടുക്കണോ? ഇതൊക്കെ എടുക്കണോ? അതും ഇഷ്ടപ്പെട്ടോ? ആ, അതിൻ്റെ ഉള്ളിലൊക്കെ മുടിയോ? ആ, അതിൻ്റെ പുറത്തൊക്കെ മുടി. അതെടുക്കണോ? ഓട്ടയുണ്ട് ഇതേ. അപ്പൊ വേണ്ട. ആ കണ്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഓട്ടുള്ളതൊക്കെ നോക്കിയിട്ട് എൻ്റെ കുട്ടി എനിക്ക് നല്ലത് മാത്രമാണ് കേട്ടോ സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് അവൻ തപ്പി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ടുവന്നതാണ് ദാ ഇത്. എത്ര റുപ്യാന്നോ? 10 രൂപയ്ക്ക് അത് കിട്ടിയത് തന്നെ. ഇനി അവനെ പ്രതീക്ഷിച്ച് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ തപ്പിയെടുക്കാം. പിന്നെ നാട്ടിലത്തെ പോലെ 3-4 ഷോപ്പ് കയറി ഇറങ്ങി ഡ്രസ്സ് എടുക്കുന്ന സുഖമൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. നേരെ സെൻട്രൽ പോയിന്റിലേക്ക് വരിക, അവിടെ എന്താണോ ഉള്ളത് അതെടുക്കുക. വലിയ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അഖിലേണ്ണും അവിക്കുട്ടനും ഒക്കെ നല്ലത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ബിരിയാണി കഴിക്കാൻ പോയി. ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഒരു കണക്കാണ്. പിന്നെ വിശപ്പോണ്ട് കഴിക്കുകയാണ്, നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇതിനെയൊന്നും ശരിക്കും ബിരിയാണി എന്ന് പറയാൻ പറ്റൂല. ചോറിൽ ചിക്കൻ കറി ഒഴിച്ച് തന്ന പോലെ ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാർക്കിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പാർക്കിൽ കയറണം എന്നൊരാൾ ഡിമാൻഡ് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അതിന് വേണ്ടിയിട്ട് സൈക്കിളൊക്കെ എടുത്ത് വണ്ടീൻ്റെ ഡിക്കിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിലെത്തി കുറച്ച് സമയം സൈക്കിളൊക്കെ ഓടിച്ച്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പാർക്കിൽ പോയപ്പോഴുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഇതിലൊക്കെ കുട്ടീനെ ഒറ്റയ്ക്ക് കയറ്റി വിടാൻ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ് കേട്ടോ എന്ന്. അതെ, എനിക്ക് കുറച്ച് ധൈര്യം കൂടുതലാണ്. ആ ഒരു ധൈര്യം എൻ്റെ കുട്ടിക്കും കിട്ടട്ടെ. കുട്ടികളെ വീഴും പരിക്ക് പറ്റുന്നൊക്കെ വിചാരിച്ച് അവരൊന്നിനും സമ്മതിക്കാണ്ട് കൈക്കുമ്പിളിൽ കൊണ്ട് നടന്നാൽ തനി ബ്രോയിലർ കോഴികളായിപ്പോവും. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് വളരട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.